ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കാൻ പോണ ഒരു ഐറ്റാട്ടാണ്. അതായത് ഇതുണ്ടല്ലോ, പയർ ടിൻ ഫുഡാണ്. ഇതാണ് ഇവിടെ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊന്ന് ഉണ്ടാക്കുന്ന ഇതാണ്. അതിൽ ആദ്യം സബോളയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ തക്കാളി, ഇതിലേക്ക് പച്ചമുളകും തക്കാളിയാണ് കേട്ടോ രണ്ടാമത്തെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ സബോള, തക്കാളി, പച്ചമുളക് ഓക്കെയാണ്. ഇന്നിപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുക്കണം കേട്ടോ. എല്ലാവർക്കും കൂടി വേണ്ട കാരണം 2 ടിന്നാണ് എടുക്കുന്നത്. ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലോണം ടേസ്റ്റ് പോലെ ആക്കണം. ഇങ്ങനെ ഈ പൊട്ടിച്ചിട്ട് നേരെ അരിച്ച് ഒഴിക്കുക ചെയ്തല്ല. അതിൽ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഉള്ളത്. അതങ്ങനെ തന്നെ അതിലേക്ക് ഒഴിക്കും. ഇനിയിപ്പോൾ അതിലേക്ക് അത് ഒഴിക്കാട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് പിന്നെ മസാലപ്പൊടികൾ അതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി, പിന്നെ അതേപോലെ തന്നെ മദ്രാസ് കറി പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടുത്തെ ഗരം മസാല പോലത്തെ സാധനമാണ് കറി പൗഡർ. അതാണ് ഇട്ടിട്ടുള്ളത്. അതൊരു 2.5 ടീസ്പൂൺ ഇട്ട്. ഇതിലിപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവും. മല്ലിയും പിന്നെ അതുപോലെ തന്നെ ജീരകം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇതിൽ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. കഴിഞ്ഞ് മൂടി വയ്ക്കില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കാരണം ഇത് ഇത് ഈ പയർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അത്യാവശ്യം നല്ല വലിപ്പമാണത്. അത് നന്നായിട്ട് നമ്മളതിങ്ങനെ അതിൻ്റെ ഡബ്ബ കൊണ്ട് തന്നെ ഒരു അങ്ങനെ പ്രസ് ചെയ്തത് ഒരു പേസ്റ്റ് പോലെ ആക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കറക്റ്റ് മസാലയൊന്നും പിടിക്കില്ല. ഇങ്ങനെ നന്നായിട്ട് അതിങ്ങനെ പേസ്റ്റ് ആക്കും. ഇതാ പയറിട്ട് വെച്ചിട്ടുള്ള ഡബ്ബ തന്നെയാണ് കേട്ടോ. ഈ ഡബ്ബ കൊണ്ട് തന്നെയാണ് ചെയ്യണത്. നന്നായിട്ട് കഴുകിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അതിങ്ങനെ വേവിക്കാൻ വേണ്ടി വയ്ക്കും. ഇപ്പോൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിലേക്ക് എല്ലാത്തിലേക്കും ശരിക്കും മസാലയും സബോളയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ അതിലേക്ക് കിട്ടും. അതല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. കാരണം അത് തിൻ ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഇങ്ങനെ നിൽക്കും. മസാലയുടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ എല്ലാതും ഒരുമിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ അതൊക്കെ ഇടും. കുറച്ച് ഏകദേശം കഴിയാറാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റ് പോലെ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് പൊടിച്ചപ്പോൾ ഇതേപോലെ അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് പോലെ ആ ഒരു ടൈപ്പായി. ഇനി ഇതിങ്ങനെ കുറച്ച് നേരം വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ എല്ലാത്തിനും ഫ്ലേവർ അതിലേക്ക് നിൽക്കും. കണ്ടപ്പോൾ നന്നായിട്ട് തളയ്ക്കും വരുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കൂടി അതങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൽ എന്താ പറയുക മല്ലിയിലും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യും. നല്ല ടേസ്റ്റ് ആയിട്ട് അത് നല്ല ടേസ്റ്റാണ്. മല്ലിയിലാണ് ഇട്ടിടുന്നത്. കുറച്ച് മല്ലിയില
വെക്കണത് കുക്ക് ചെയ്യണത്. മാസ്റ്റർ മാസ്റ്റർ മാസ്റ്ററാ. കുക്കിംഗ് മാസ്റ്റർ. ഇതിപ്പോ തിളച്ചു. ഇനി ഇതിപ്പോ ഓഫ് ചെയ്യും. അത്രയുള്ള പരിപാടി, സിമ്പിള് പരിപാടിയാണ്. ഇതാണ് അതുപോലെ കുബൂസ് ഇട്ടാ. ആ കറിയുടെ ഒപ്പം കഴിക്കണത് കുബൂസാണ്. പ്രവാസികളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഒരുവിധം എല്ലാവർക്കും.